ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് എൻ്റെ ഓറിയൻറ്റേഷൻ പ്രോഗ്രാമിൻ്റെ ഭാഗമാകാൻ പറ്റിയതിൽ സന്തോഷിക്കുന്നത്. അവിടെ നിന്ന് കുറച്ച് കുട്ടികളുമായിട്ട് സംസാരിക്കാൻ ചിലവഴിക്കാൻ സമയം കിട്ടി. അപ്പോഴാണ് യഥാർത്ഥത്തിൽ സെൽഫായിട്ട് രജിസ്റ്റർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ത്രൂ അല്ലാതെ രജിസ്റ്റർ ചെയ്ത കുട്ടികളുടെ ബുദ്ധിമുട്ടുകൾ സംസാരിക്കാൻ എനിക്ക് അവിടെ എന്ത് അവസരം കിട്ടി എന്നുള്ളതാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കൊണ്ടോട്ടിയിൽ നിന്ന് വരുന്ന 2 സഹോദരിമാർ, ചേച്ചിയും അനിയത്തിയാണ്. അവരെ സംബന്ധിച്ച് അവർ 12 വർഷങ്ങൾക്ക് ശേഷമാണ് തുടർ പഠനം ആഗ്രഹിച്ച് അക്ഷയ് ത്രൂ എന്ത് ചെയ്യുന്നു, രജിസ്റ്റർ ചെയ്യുന്നു. ആ രജിസ്ട്രേഷൻ ആദ്യം തന്നെ ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ ഇൻടേക്ക് 6ൻ്റെ അഡ്മിഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ അവരെന്ത് ചെയ്തിട്ടുണ്ട്, അവരുടെ സീറ്റ് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി അവർ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് അപ്ഡേഷനും മറ്റൊക്കെ മെയിലിലായതുകൊണ്ട് തന്നെ അക്ഷയെന്ന് ത്രൂ ഉള്ള കമ്മ്യൂണിക്കേഷനാണ് അവരെ മെയിനായിട്ട് എന്ത് ചെയ്തത്, ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർ കിതച്ചാണ് മീൻചന്ത് ആർട്സ് കോളേജിൻ്റെ സമീപത്തേക്ക് വരുന്നത്. വന്ന ഉടനെ ഞാനുമായിട്ട് മീറ്റ് ചെയ്തു. ഇങ്ങനെ ഞങ്ങൾക്ക് അക്ഷയെന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴാണ് വിളിച്ചു പറഞ്ഞത്, ഇവിടെ തന്നെ എത്തണം, ഇവിടെയാണ് സെൻറ്റർ എന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഉള്ളിലുണ്ട്, നിങ്ങൾ പോയിക്കോളൂ എന്ന് പറഞ്ഞു. പോയി അവർ തിരിച്ചു വന്നിട്ട് പറയാണ്, ഞങ്ങൾക്ക് ഇവിടെ അല്ല സെൻറ്റർ, ഞങ്ങളുടെ സെൻറ്റർ കൺഫേംഡ് ആയിട്ടില്ല, എന്താണ് ചെയ്യേണ്ടതെന്ന്. ഞാൻ അവരോട് ചോദിച്ചത്, നിങ്ങളെ മെയിൽ കമ്മ്യൂണിക്കേഷൻ വന്ന മെയിലുണ്ട്, കാരണം യൂണിവേഴ്സിറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഒരു കാരണവശാൽ അങ്ങനത്തെ ഒരു ഡിലേഡോ മറ്റൊന്നും ഉണ്ടാവാറില്ല. അപ്പം ഞാൻ നോക്കിയപ്പോൾ യൂണിവേഴ്സിറ്റിന് വ്യക്തമായുള്ള മെയിലുണ്ട്, LSC സെലക്ട് ചെയ്യണം എന്നുള്ളത്. അത് ആദ്യം രജിസ്റ്റർ ചെയ്ത സ്റ്റുഡൻസിന് LSC സെലക്ട് ചെയ്യാൻ പിന്നീട് ഓപ്ഷൻ വരികയാണ് ഉണ്ടായത്. അപ്പോൾ അവർ LSC സെലക്ട് ചെയ്തിട്ടില്ല, അതായത് അവരുടെ രജിസ്ട്രേഷൻ പ്രോസസ്സ് യഥാർത്ഥത്തിൽ എന്താണ്, ഇൻകംപ്ലീറ്റ് ആണ്. LSC കൂടി സെലക്ട് ചെയ്ത് അവർ ഓറിയൻറ്റേഷൻ അല്ലെങ്കിൽ ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇൻഡക്ഷൻ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുമ്പോഴാണ് അവരെന്ത് ചെയ്യുന്നത്, അത് കംപ്ലീറ്റ് പ്രോസസ്സായിട്ട് മാറാം. അപ്പോൾ അവരുടെ LSC സെലക്ട് ചെയ്തിട്ടില്ല, അത് എന്ത് ചെയ്യും? അപ്പോൾ അവർ അക്ഷയ ത്രൂ കോൺടാക്ട് ചെയ്യുകയും അവിടെ നിന്നൊരു ഹെൽപ്പ് കിട്ടാത്തൊരവസ്ഥ വരികയുള്ള സന്ദർഭത്തിലാണ് അവർ ഞാനുമായിട്ട് സംസാരിക്കുന്നത്. അപ്പോൾ നമ്മളെന്ത് ചെയ്തു, താലിമിൻ്റെ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റായിട്ട് കോൺടാക്ട് ചെയ്തു, അവരതിൽ ഹെൽപ്പ് ചെയ്തു എന്നുള്ളതാണ്. ഈ വരുന്ന 26-ാം തീയതി ഞായറാഴ്ച അവരെന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ LSCയിൽ വീണ്ടും ഇൻഡക്ഷൻ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. അതൊരു ഹാപ്പി മൊമെൻ്റാണ്. നമ്മുടെ സർവീസ് ഓൺ ദ സ്പോട്ടിൽ എപ്പോഴാണ് അവർക്കത് നീഡായിട്ട് തോന്നിയത്, ആ സ്പോട്ടിൽ ചെയ്തു കൊടുക്കാൻ പറ്റിയെന്നുള്ളതിൽ താലിം വളരെയധികം സന്തോഷിക്കുന്നത്. ഇതൊരു കുട്ടിയുടെ മാത്രമല്ല, അവിടെ പിന്നീട് വന്ന മറ്റൊരു വിദ്യാർത്ഥി എന്ന് പറയുന്നത് അവന് PSCക്ക് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഡിഗ്രി എടുക്കുക എന്നുള്ളതാണ്. അതായത് PSCക്ക് പ്രിപ്പയർ ചെയ്യുന്നു, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പ്രിപ്പയർ ചെയ്യുന്നു, അതോടൊപ്പം തന്നെ ഡിഗ്രി അവൻ സെൽഫായിട്ട് ചെയ്തു. അപ്പോഴും അവൻ്റെ ബുദ്ധിമുട്ട് എന്താ വെച്ചാൽ അവൻ്റെ LSC എന്തല്ല, കൺഫേംഡ് അല്ല. റീജിയണൽ സെൻറ്ററാണ് അവരെത്തിയിട്ടുള്ളത്. അവിടുന്ന് LSC മാറ്റി വീണ്ടും എന്ത് ചെയ്യണം, കാരണം അവന് മീൻചന്ത് ആർട്സ് കോളേജിലെത്തി അവിടെ നിന്ന് തിരിച്ചെന്ത് ചെയ്യണം, അവനക്ക് LSC ചേഞ്ച് ചെയ്ത് കിട്ടിയിട്ടുള്ളത് മലപ്പുറം മുണ്ടംപറമ്പ് കോളേജിലേക്കാണ്. അപ്പോൾ പെട്ടെന്നൊരു യാത്ര എന്താണ്, അവർക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ അവിടുത്തെ ആളുകളുമായി കോൺടാക്ട് ചെയ്ത് 26-ാം തീയതി അവരും എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ LSCയിൽ വിസിറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. മറ്റൊരു വിദ്യാർത്ഥി, ഒരു കൂട്ടം വിദ്യാർത്ഥികൾ BA അറബിക്ക്, അത് BA അറബിക്കിൻ്റെത് JDT ഇസ്ലാമിലാണ് യഥാർത്ഥത്തിൽ അവിടെ BA അറബിക്ക് സെൻറ്റർ LSC സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് മീൻചന്ത് റീജിയൻ സെൻറ്ററിലേക്കാണ് അവരെത്തിയിട്ടുള്ളത്. അവരെ കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട്, അവർ ആദ്യം രജിസ്റ്റർ ചെയ്തുകൊണ്ട് LSC കൺഫേംഡ് ആയിട്ടില്ലായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള കേസുകളുടെ കറക്റ്റ് കമ്മ്യൂണിക്കേഷൻ യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തുനിന്ന് മെയിൽ ത്രൂ വരുന്നുണ്ട്. അതിനെ യഥാക്രമം മനസ്സിലാക്കാനും അത് ഒരു വാട്സപ്പ് ത്രൂ നിങ്ങൾക്ക് ഷെയർ ചെയ്യാനും നിങ്ങളെ വിളിച്ച് ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള കറക്റ്റ് ഗൈഡൻസ് തരുന്നിടത്ത് ഇത്തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്ക്, താലിം പോലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. താലിമിൽ ആ സർവീസ് സെക്ടറിൽ ഈ ഒരു കഴിഞ്ഞ ഞായറാഴ്ച നടന്ന ഓറിയൻറ്റേഷൻ പ്രോഗ്രാമിൽ സ്പോട്ടായിട്ട് ഇത്തരത്തിൽ ഹെൽപ്പ് ഡെസ്ക് ആവശ്യമുള്ള വിദ്യാർത്ഥികളെ സഹായിക്കാൻ പറ്റിയെന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട്. ഈ കുട്ടികളൊക്കെ അടുത്ത ഞായറാഴ്ചകളിൽ അവരുടെ ഇൻഡക്ഷൻ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ പോവാണ്. അതിന് ഞങ്ങൾ സന്തോഷപ്പെടുന്നു. അപ്പോൾ ഇതിൽ നമ്മൾ സുതാര്യമായിട്ട് നോക്കുന്ന സമയത്ത് യൂണിവേഴ്സിറ്റി മെയിൽ ത്രൂ എല്ലാ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നതോടൊപ്പം നമ്മൾ സെൽഫായി രജിസ്റ്റർ ചെയ്തിട്ടും നമുക്ക് കമ്മ്യൂണിക്കേഷൻ കിട്ടുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. അക്ഷയ ത്രൂ അതായത് മറ്റു സർവീസുകളിൽ ഫോക്കസ്ഡ് ആണ്, അവിടെ നിന്ന് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം അവർ രജിസ്ട്രേഷൻ പ്രോസസ്സ് കഴിഞ്ഞാൽ പിന്നെ നേരെ എന്ത് ചെയ്യുന്നു, ഇമെയിൽ കമ്മ്യൂണിക്കേഷനിലേക്കാണ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഉണ്ടാവുക. അപ്പോൾ താലിം നടത്തുന്ന നിങ്ങൾക്കൊരു മെൻറ്ററെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ അസൈൻ ചെയ്ത് തരുന്നത്. ഒരു മെൻറ്റർഷിപ്പ് പ്രോഗ്രാമിലൂടെ യൂണിവേഴ്സിറ്റി നോട്ടിഫിക്കേഷനും മറ്റും നിങ്ങൾക്ക് കൃത്യമായി എത്തിക്കുകയും നിങ്ങളെ കൃത്യമായി ഗൈഡ് ചെയ്ത് നിങ്ങളുടെ വിജയം വരെ നിങ്ങളെ കൂടെ നിൽക്കുകയും ചെയ്യുന്നതാണ് താലിം ചെയ്യുന്നത്. ഈ ഒരു 3 കേസ് സ്റ്റഡീസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. ഇത്തരത്തിൽ പല LSCകളിലും ഹെൽപ്പ് ഡെസ്കുകളായിട്ട് അല്ലെങ്കിൽ അവരെ ഹെൽപ്പ് ചെയ്യാൻ താലിമിന് സാധിച്ചിട്ടുണ്ടെന്നുള്ളതിൽ ഞങ്ങൾ സന്തോഷം അറിയിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടോ നിങ്ങളുടെ ക്ലാസ്സുകളുമായി ബന്ധപ്പെട്ടോ നിങ്ങൾക്ക് ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം.
ഞാൻ ഇതിന് താഴെ നമ്മുടെ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട്. നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി നോട്ടിഫിക്കേഷനും മറ്റും ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണെന്നുകൂടെ അറിയിക്കുകയാണ്. താങ്ക് യു.